നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് നിങ്ങൾ പറയും, ഒരുവിധം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാര് ആളെ പിടിക്കൽ എന്ന് പറയും ഇല്ലേ? എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞു. വാട്ട് എക്സാക്ട്ലി ഈസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങാം നമുക്ക്, അല്ലെ? പറയൂ സർ. മഞ്ജു ഒരു നല്ല സിനിമ കണ്ടു എന്ന് വിചാരിക്കാം, മഞ്ജു നല്ലൊരു പുസ്തകം വായിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ മഞ്ജു നല്ലൊരു റെസ്റ്റോറന്റിൽ പോയിട്ട് നന്നായി നല്ല ഭക്ഷണം കിട്ടിയെന്ന് വിചാരിക്കാം. മഞ്ജു സ്വാഭാവികമായിട്ടും മഞ്ജുവിന്റെ സുഹൃത്തുക്കളോട് പറയും പുസ്തകം നല്ലതാണ്, സിനിമ നല്ലതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷണം നല്ലതായിരുന്നു എന്നൊക്കെ പറയും. മഞ്ജുവിന്റെ വാക്കുകൾ അവർ വിലക്കെടുക്കുകയും ചെയ്യും. അവർ ആ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കും, ആ പുസ്തകം വാങ്ങിക്കും, ആ സിനിമ പോയി കാണുകയും ചെയ്യും. പക്ഷെ ഈ പറയുന്ന ബിസിനസ് അവിടെ നടന്നതിന് മഞ്ജുവിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല. ഇവിടെ പ്രതിഫലം ലഭിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് അത് ഇഷ്ടമാവുന്നു, നിങ്ങൾ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി, അതായത് ഇഷ്ടമായ സാധനം ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് വേറൊരാളോട് പറയുന്നു, ആൻഡ് യു ആർ ഗെറ്റിംഗ് പെയ്ഡ്. അല്ലേ? ഇനി ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ഈ പൈസ എവിടെ വരുന്ന ചോദ്യം, എങ്ങനെ കാശ് തരും അല്ലെ? ഈ പൈസ സത്യം പറഞ്ഞാൽ വരുന്നത് ഏത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് ഭീമമായൊരു തുക ഇടത്തട്ടുകാർക്ക് കൊടുക്കണം, അതുപോലെ പരസ്യത്തിനും കൊടുക്കണം. മാർക്കറ്റിംഗ് ഈസ് എക്സ്പെൻസീവ്. അതെ, അതായത് നല്ല ഭീമമായ തുക വരും. ചില ആളുകൾക്ക് 40% തൊട്ട് 50% വരെ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇടത്തട്ടുകാരെയും പരസ്യം ഒഴിവാക്കിയിട്ട് ഈ ഇടത്തട്ടുകാരുടെയും പരസ്യത്തിന്റെയും ജോലി ചെയ്യുന്നത് ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഉപഭോക്താവാണ്. ഫോർ എക്സാമ്പിൾ, യു റെഡ് എ ബുക്ക്, ഇഷ്ടപ്പെട്ടു, അത് മറ്റൊരാളോട് റെക്കമെൻഡ് ചെയ്തു. ഈ മോഡലിലാണ് ആ പുസ്തകം വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു മാർക്കറ്റിംഗ് ഇടത്തട്ടുകാർക്കോ പരസ്യത്തിന് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ കസ്റ്റമർ, ഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഇടത്തട്ടുകാരുടെയും പരസ്യത്തിന്റെയും ജോലി ചെയ്യുമ്പോൾ കമ്പനി താങ്ക് യു പറഞ്ഞിട്ട് ആ പ്രോഫിറ്റിന്റെ ഒരു ശതമാനം അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനോ ഇടത്തട്ടിനോ മാറ്റി വെച്ചിരിക്കുന്ന ഒരു തുക നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. ഏതൊരു ബിസിനസ്സിനും മാർക്കറ്റിങ്ങിനായിട്ട് മാറ്റി വെക്കുന്ന കാശ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അത് ഉപയോഗിക്കുന്ന ക്ലയൻസിന്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു കാശായിട്ട്, അല്ലെ? ഇടത്തട്ടുകാർക്കും പരസ്യത്തിന് പോകേണ്ട തുക വീതം വെച്ച് കസ്റ്റമേഴ്സിന് തന്നെ തിരികെ കിട്ടുന്ന സമ്പ്രദായമാണിത്.